വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം ഇസ്രായേലിനെയും ഫലസ്തീനെയും എസ്പെഷ്യലി മിഡിൽ ഈസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇന്ന് ഇവിടുത്തെ ആകാശം വളരെ തെളിഞ്ഞതാണ്. എല്ലാവരും സന്തോഷവാന്മാരായിട്ടിരിക്കുകയാണ്. 738 ദിവസം, ഏകദേശം 2 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇസ്രായേൽ ജനത ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വളരെ നല്ല മുഹൂർത്തങ്ങൾ കൈമാറുന്ന ഒരു മനോഹര ദിവസമാണ് ഇന്ന്. കാരണം ഇന്നാണ് ഒക്ടോബർ 7 എന്ന് പറയുന്ന ഭീകരമായിട്ടുള്ള ആ ദിവസത്തിന്റെ അന്ത്യം കുറിച്ച് ഇസ്രായേൽ തട്ടിക്കൊണ്ടുപോയ വളരെ നിരപരാധികളായുള്ള ആളുകളെ 48 ഹോസ്റ്റേജസ് ഉണ്ടായിരുന്നതിൽ 28 പേര് മരിച്ചു, അല്ലെങ്കിൽ അവർ ഡെഡ് ബോഡി പോലും കാണാനില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുവരെ കുറച്ചുപേരുടെ കിട്ടിയിട്ടുണ്ടാകും, പക്ഷെ അതുവരെ ഈ ബാക്കിയുള്ള 28 ആളുകളുടെ ഡെഡ് ബോഡി ഇതുവരെയായിട്ടും കൈമാറിയിട്ടില്ല. പക്ഷെ ജീവിച്ചിരിക്കുന്ന 20 പേരുടെ വിവരങ്ങൾ, അവരുടെ വിവരങ്ങൾ പൂർണ്ണമായിട്ടും അവരെയും ജീവനോടെ തന്നെ തിരിച്ച് ഇന്ന് രാവിലെ ഇസ്രായേൽ ജനത സ്വീകരിക്കുകയുണ്ടായി. ഇന്ന് ഉച്ചയോടുകൂടി സ്വീകരിക്കുകയുണ്ടായി. രാജ്യം, ഈ നേഷൻസ് ആകെ അതിന്റെ സന്തോഷത്തിലാണ്. എല്ലാവരും സന്തോഷത്തിലാണ്. കാരണം ഇത്ര മനോഹരമായ ഒരു ദിവസം ഇല്ല. കഴിഞ്ഞ 2 വർഷം ഒക്ടോബർ 7, 2023 മുതൽ ടെലവീവിലെ ഹോസ്റ്റേജ് സ്ക്വയറിൽ നിരന്തരമായിട്ടുള്ള എല്ലാ ശനിയാഴ്ചകളും നിരന്തരമായിട്ടുള്ള മീറ്റിങ്ങുകളും, എല്ലാ ദിവസവും ആളുകൾ വരികയും പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് കണ്ണീരൊഴുക്കുകയൊക്കെ ചെയ്ത ആ കഷ്ടപ്പാടിന്റെ അല്ലെങ്കിൽ ആ മനോവേദനയുടെ ദിവസങ്ങൾക്ക് ഇന്ന് വിരാമം വന്നിരിക്കുകയാണ്. കാരണം 20 പേരും ജീവനോടെ എത്തി. പലരുടെയും നില അത്ര ഭംഗിയല്ലെങ്കിൽ പോലും, അത്ര സന്തോഷമല്ലെങ്കിൽ പോലും 20 ആളുകൾ ജീവനോടെ ഈ ജനതയ്ക്ക് തിരിച്ചു കിട്ടി എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. 738 ദിവസങ്ങളാണ്. പലരും എത്രയോ കൊടിയ പീഡനങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോയിട്ടുണ്ടാവും. നമുക്കറിയാം, 48 ഹോസ്റ്റേജസ് ഇനി കിട്ടാനുണ്ടായിരുന്നതിൽ 28 പേരുടെ 28 യാതൊരു വിവരമില്ല. കാരണം അവർ മരിച്ചു എന്നാണ് കൊല്ലപ്പെട്ടു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അവരെങ്ങനെ കൊല്ലപ്പെട്ടു, എത്ര ഭീകരമായിട്ടാണ് കൊല്ലപ്പെട്ടതെന്ന് നമുക്ക് ഇനിയും തിരിച്ചറിയാനായിട്ടില്ല. കാരണം ഡെഡ് ബോഡീസ് ഒന്നും തന്നെ തിരിച്ചു കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇന്ന് ഈ 20 ജീവിച്ചിരിക്കുന്ന 20 ആളുകൾക്ക് വേണ്ടി ഇസ്രായേൽ കൈമാറിയിട്ടുള്ളത്, IDF പലസ്തീന് വേണ്ടി കൈമാറി അല്ലെങ്കിൽ ഗാസയ്ക്ക് വേണ്ടി കൈമാറിയിട്ടുള്ളത് 1968 പേരാണ്. അതിൽ ഏകദേശം 250ഓളം വരുന്ന കൊടും കുറ്റവാളികൾ, കൊടും ഭീകരരും അതിന്റെ കൂടെ ഉൾപ്പെടുന്നുള്ളതാണ് ഏറ്റവും നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. 1718 മറ്റുള്ള ബന്ദികളും അതോടൊപ്പം തന്നെ 250ഓളം വരുന്ന കൊടും കുറ്റവാളികളെയും ഇസ്രായേലിൽ നിന്ന് മോചിപ്പിക്കുകയാണ് വെറും 20 പേർക്ക് വേണ്ടിയിട്ട്. അപ്പം ചരിത്രത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള, ഏറ്റവും എഴുതി ചേർക്കപ്പെടുന്ന ഒരു ദിവസം തന്നെയായി ഇത് മാറിയേക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതോടൊപ്പം നമുക്ക് സന്തോഷം വരുന്ന മറ്റൊരു കാര്യം കൂടി ഇരുന്നത്, പീസ് സമ്മിറ്റ് ഈജിപ്തിൽ വെച്ച് അരങ്ങേറുകയാണ്. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദേൽ ഫത്താഹ് എൽ സിസി, അദ്ദേഹം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ നേരിട്ട് ആ പീസ് സമ്മിറ്റിൽ പ്രസിഡന്റ് ട്രംപിനോടൊപ്പം ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇന്നത്തെ ഇവിടുത്തെ ഒരു ഔദ്യോഗിക ദിവസമായത്, അവധി ദിവസമായതുകൊണ്ട് സുക്കോത്ത് കൂടാര പെരുന്നാളിന്റെ അവസാന ദിവസമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും വളരെ സന്തോഷം. ഇസ്രായേലിൽ സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് അവരുടെ സന്തോഷത്തിൽ, ഇസ്രായേൽ പൗരന്മാരുടെ അല്ലെങ്കിൽ ഈ സന്തോഷത്തിന്റെ നാളുകൾ, ഈ സന്തോഷത്തിന്റെ ദിവസം അവരോട് എല്ലാവരോടും, എന്നെ പോലെ വർക്ക് ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകൾ, അത് ഇന്ത്യക്ക് പുറത്തുനിന്നാവട്ടെ മറ്റ് രാജ്യങ്ങളിൽ നിന്നാവട്ടെ, എല്ലാവരും വളരെ സന്തോഷത്തിലാണുള്ളത്. ശ്രീ സജി മാമ്പള്ളിൽ, ഇപ്പം നമ്മൾ ഒരുപാട് പലതവണയായിട്ട് ഒരുപാട് നിബന്ധനകളും അല്ലെങ്കിൽ ഉടമ്പടികളും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അതിലൊന്നും ശരിക്കും ഈ ഒരു വിഷയത്തിൽ ഒരു സൊല്യൂഷൻ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത്തവണയെങ്കിലും ആ ഒരു മേഖലയിൽ ഒരു സമാധാനം പൂർണ്ണമായിട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് നമുക്ക് വിശ്വസിക്കാമോ? കാരണം ഹമാസ് ആയുധം താഴെ വയ്ക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇനിയൊരു പ്രശ്നങ്ങൾ മുന്നോട്ടുണ്ടാകാതെ പോകാൻ സാധിക്കുമോ? അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? നമ്മുടെ ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു സാധ്യത ഇല്ലാന്ന് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം നമുക്കറിയാം, ഹമാസ് ഇതുവരെയായിട്ടും നിരായുധീകരണം, അതായത് ആയുധം താഴെ വെച്ചിട്ടില്ല. 28 പേരുടെ, അതായത് ഈ ഹോസ്റ്റേഴ്സിൽ തിരികെ കിട്ടാനുള്ള 28 പേർ ഡെഡ് ബോഡി എവിടെയാണെന്ന് പോലും അറിയില്ല. ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രി, ഇസ്രായേൽ പ്രധാനമന്ത്രി, അദ്ദേഹം പറയുകയുണ്ടായി, യുദ്ധം അവസാനിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അർത്ഥം നമുക്ക് തോന്നുന്നത്, ഒരുപക്ഷെ ഈ ഡെഡ് ബോഡീസ് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഈ 48 ഹോസ്റ്റേജസിനെ ജീവനോടെയോ അല്ലാതെയോ തിരിച്ചു കിട്ടാത്ത പക്ഷം ഒരു പക്ഷേ ഏത് നിമിഷം വീണ്ടും ഒരു അറ്റാക്ക് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. നമ്മുടെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെയാണ്. കാരണം ഹമാസ് തീവ്രവാദികൾ അവരുടെ ആയുധം താഴെ വെച്ച് അവരുടെ ഇവിടുത്തെ ജനതയെ മുഴുവൻ വിട്ടുകൊടുത്തില്ലെങ്കിൽ, നമുക്കറിയാം ഇപ്പൊ ഇസ്രായേൽ ഒരുപാട് ഈ 1968 പേരെ വിട്ടുകൊടുത്തപ്പോൾ ഒരാളെ പോലും അകാരണമായിട്ട് പീഡിപ്പിക്കുകയോ അവരുടെ മനുഷ്യാവകാശം സംരക്ഷിക്കപ്പെട്ട് തന്നെയാണ് അവർ തിരിച്ചത്. പൂർണ്ണ ആരോഗ്യവാന്മാരായിട്ട്, അല്ലെങ്കിൽ സാധാരണ അവരെ എപ്പോഴാണ് പിടിച്ചത്, ഏത് അവസ്ഥയിലാണ് അവരെ ഈ രാജ്യത്ത് തടവിലാക്കിയിരിക്കുന്നത്, അതേ അവസ്ഥയിൽ തന്നെയാണ് അതിലും നന്നായിട്ടാണ് അവർ തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇസ്രായേലിന്റെ ഏകദേശം 255 ഹോസ്റ്റേജസിലെ നമുക്കറിയാം പലരെയും കൊന്നു, പലരെയും ഡെഡ് ബോഡി ആയിട്ട് പോലും കിട്ടിയില്ല, പലരെയും കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങളായിട്ടാണ് കിട്ടിയത്. പല കുഞ്ഞുങ്ങളെയും കൊന്ന് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി, 2 വയസ്സും 3 വയസ്സുള്ള കുഞ്ഞുങ്ങളെ ശ്വാസം മുട്ടിച്ച് അവരുടെ അമ്മയുടെ ഒപ്പം കൊലപ്പെടുത്തിയാണ് തിരിച്ചു തന്നത്. പലരെയും ഡെഡ് ബോഡി ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. പക്ഷേ അങ്ങനത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം,
ഒരു പക്ഷേ യുദ്ധം പൂർണ്ണമായിട്ട് അവസാനിച്ചു എന്ന് എല്ലാവരും പറയുമ്പോൾ, പ്രസിഡന്റ് ട്രംപ് അടക്കം പറയുമ്പോഴും, നെതന്യാഹു നമ്മുടെ പ്രധാനമന്ത്രി ഒരറ്റത്ത് നിന്ന് അദ്ദേഹം പറയുമ്പോഴും നമുക്ക് അതിന്റെ ആധികാരികത അല്ലെങ്കിൽ അത് എത്രത്തോളം ശരിയാവണമെന്നുള്ളത് ഇപ്പോൾ പറയാൻ സാധിക്കാത്തൊരവസ്ഥയാണ് ഉള്ളത്.